ഞാൻ കണ്ട ഉന്മാദം കണ്ടു. നിങ്ങളെന്തുകൊണ്ട് കാണണം, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയണേ. ഇന്നല്ല, ഇപ്പോൾ പറയണത്. ഷാഹി കബീർ എന്നുള്ളൊരു റൈറ്റർ, അദ്ദേഹം കൊണ്ടായിരിക്കും ഭൂരിഭാഗം പേരും ഈ പടം കണ്ടിട്ടുണ്ടാവുക. ഷാഹി കബീർ ചെയ്ത പടങ്ങൾ നമുക്ക് അറിയാം. ജോസഫ് നായാട്ട്, പിന്നെ നമ്മുടെ ഇലവിഴ പൂഞ്ചിറ, റോന്ത്, ഓഫീസർ ഓൺ ഡ്യൂട്ടി. സീനാണ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ നമ്മളൊരു പടം വരുമ്പോൾ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു സംഭവം ഉണ്ടാവും. പക്ഷെ അതങ്ങോട്ട് മീറ്റ് ചെയ്തില്ല. എനിക്ക് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇങ്ങനെ വേണമായിരുന്നു എന്നൊക്കെ തോന്നും. നമുക്ക് അങ്ങനെ തോന്നി ഈ പടം. എന്തിനാ അങ്ങനെ ചെയ്തത്? അങ്ങനെയല്ലല്ലോ വേണ്ടിയിരുന്നേ. ഷാഹി കബീർ അല്ലേ എഴുതണേ. അപ്പോൾ ഇതിനേക്കാളൊരു കുറച്ചുകൂടി വേറൊരു സംഭവം നമ്മൾ ആഗ്രഹിക്കും, പ്രതീക്ഷിക്കും. അതാണ്, പ്രതീക്ഷകളാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രഡിക്റ്റബിളാണ്. പക്ഷെ പ്രഡിക്റ്റ് ചെയ്യണതും ഒരു ഗൂസ് ബമ്പ് സംഭവമല്ല. എനിക്കങ്ങനെ തോന്നി. പക്ഷെ പടത്തിനെ ഞാൻ മോശമാക്കി പറയുന്നല്ല, മോശം പടമൊന്നുമല്ല, പക്ഷെ അങ്ങനെ മസ്റ്റ് വാച്ച് പടമല്ല. ഇതിൻ്റെ ഡയറക്ടർ നമ്മുടെ കിരൺ, നമ്മുടെ റോഷാക്ക്, നമ്മുടെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും അതിൻ്റെയൊക്കെ എഡിറ്ററാണ്. ആളുടെ ഡെബ്യൂ പടമാണ് ഡയറക്ടറായിട്ട്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊരു മേക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. മെയിനായിട്ട് കുഞ്ചാക്കോ ബോബൻ ആളൊരു സംഭവമാണ്. അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തോന്നും കുഞ്ചാക്കോ ബോബൻ ഇങ്ങനെ ആയിരുന്നില്ല, പക്ഷേ ആളൊരു മാറ്റം ഉണ്ടല്ലോ. നമ്മൾ ഇന്ദ്രൻസിനും സിറാജ് വെഞ്ഞാറമ്മൂട് അങ്ങനെയൊക്കെ പറയില്ലേ, നമ്മൾ ഒരു ചേഞ്ച്, ഒരു മാറ്റം, ഒരു പെട്ടെന്നൊരു ചേഞ്ച് ഫീൽ ചെയ്യില്ലേ, അതുപോലത്തെ ഒരു മനുഷ്യനാണ്. ആദ്യമൊക്കെ പാവം ചോക്ലേറ്റ് പയ്യൻ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് എന്ന് പറയണില്ല, ഹീറോ ആയിരിക്കും പടത്തിൽ. പക്ഷേ ഹീറോ ആണെങ്കിൽ പോലും ആളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും. ഒറ്റയ്ക്ക് ഇങ്ങനെ പടം ഇങ്ങനെ ചുമലിലേറ്റി കൊണ്ടുപോവുക, അങ്ങനത്തെ പരിപാടി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആളൊരു മാറ്റമുണ്ട്. ഇപ്പോൾ ചെയ്യണ കാര്യങ്ങൾ, ഇപ്പോൾ ചെയ്യണ പടങ്ങളാണെങ്കിലും സെലക്റ്റീവായിട്ട്, പക്ഷെ കുറച്ചും കൂടി സന്തോഷമുള്ള പടങ്ങളാവാം ആളുടെ ഭാഗത്തുനിന്ന്. എനിക്ക് ആളുടെ അങ്ങനത്തെ ഒരു ചമ്മലും ഒരു ചിരികളും ഞെട്ടലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ ആവാം, പക്ഷെ ഭയങ്കര ക്യാപ്പബിളായിട്ടുള്ളൊരു നടനാണ്. നാത്താൻ കേസ് കൂടുതലൊക്കെ നമ്മൾ കണ്ടതാണ്. അടിപൊളി, ഭയങ്കര ക്യാപ്പബിളും, ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കില്ല കുഞ്ചാക്കോ ബോബൻ ഇങ്ങനെ ആവോ എന്നുള്ളത്. അങ്ങനെയായിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ആളുടെ നല്ലൊരു പെർഫോമൻസ് ഉണ്ട് ഈ പടത്തിൽ. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പടത്തിൽ തോന്നിയത്. ബാക്കിയൊന്നും എനിക്ക് അത്രയും വർക്കൗട്ടായിട്ട് തോന്നിയില്ല. പക്ഷെ മോശം പടമല്ല, അത്ര ബോറാന്ന് പറയാനുമില്ല, പക്ഷെ അന്ന് അത്ര ഗംഭീര പടമല്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണാം. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ കാണാം. മാക്സിമം മിക്ക പടങ്ങളും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. കാരണം എല്ലാ പടങ്ങളും ഉണ്ടാക്കുന്നത് തിയേറ്ററിന് വേണ്ടിയിട്ടാണ്. അത്രയും ഹൈ റെസൊല്യൂഷൻ ക്യാമറാസും, അല്ലെങ്കിൽ അത്രയും കേപ്പബിളായിട്ടുള്ള നമ്മൾ ഓരോ എക്യുപ്മെൻറ്റ്സൊക്കെ യൂസ് ചെയ്യണതും, പിന്നെ അത്രയും നല്ല ഹൈ ക്വാളിറ്റി മൈക്കും സ്റ്റുഡിയോ ഒക്കെ വെച്ചിട്ട് ഡബ്ബിങ്ങും സൗണ്ടൊക്കെ ചെയ്യണതും, അതൊക്കെ തിയേറ്ററിന് വേണ്ടിയിട്ടാണ്. വലിയ ഹാളും അത്രയും വലിയ സ്പീക്കേഴ്സും അത്രയും വലിയ സ്ക്രീനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മിസ് ചെയ്യാണ്ടിരിക്കുക. ഞാൻ പറയണേ, പറ്റണ പടങ്ങൾ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. മോശം പടമാണെങ്കിൽ ശരിയാണ്, അന്നത്തെ ദിവസം പോവും, കാശും പോവും, ദിവസം പോവും. പക്ഷേ എക്സ്പീരിയൻസാണ്. എന്ത് കാണാൻ പാടില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല. ഇപ്പം മിക്ക പടങ്ങളിലും എൻ്റെ ഒരു ചിന്ത, എനിക്കുള്ളൊരു ചിന്ത, എല്ലാ പടത്തിലും ഒരു സംഭവമുണ്ട്. എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം എന്നുള്ളത് എല്ലാ പടത്തിലും ഉണ്ടാവും. ഒരു മോട്ടീവ് പോലെ എല്ലാ പടത്തിലും ഉണ്ടല്ലോ. ഇന്നത് ചെയ്യാൻ പാടും, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന വെച്ചാൽ പടങ്ങളെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഞാനൊക്കെ പോണത് തിയേറ്റർ കാണാനും കൂടിയാണ്. മോശം പടം എന്ന് പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ പോണത് എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനും, ഈ സൗണ്ട് വലിയ സ്ക്രീനൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഉന്മാദം എനിക്ക് അങ്ങനെ തോന്നിയത്. അതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് പറഞ്ഞ് പടം വലുതാക്കാനോ അല്ലെങ്കിൽ ചെറുതാക്കി പറഞ്ഞ് മോശമാക്കാനോ എനിക്ക് താല്പര്യമില്ല. അതാണ് പടം.